ലൈവിനകത്ത് അക്ബർ ഇപ്പോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജിസേലിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനായിട്ടാണ്. എങ്ങനെയും രഞ്ജിത്തിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കിണഞ്ഞുള്ള പരിശ്രമത്തിലാണ് അക്ബർ നിലവിൽ. അതിനായിട്ട് അക്ബർ ജിസേലിനോട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബെഡ് മിനിഞ്ഞാന്ന് ഒരു സ്പോട്ടിലായിരുന്നു, അത് പിറ്റേ ദിവസം കുറച്ചുകൂടെ നീങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്നാവുമ്പോൾ അത് കുറച്ചുകൂടെ നീങ്ങും, ആ ഒരു റെഡ് ലൈനിന്റെ അങ്ങോട്ട് കുറച്ചുകൂടെ നീങ്ങും എന്നാണ് അക്ബർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പുള്ളി പറയുന്ന പോയിന്റും കറക്റ്റ് ആണ് കേട്ടോ. അത് ഈ കാണുന്ന ഫോട്ടോയ്ക്ക് അത് ക്ലിയർ ആയിട്ട് ബിഗ് ബോസ് സൂം ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്. 10 അടി ഡിസ്റ്റൻസിലാണ് ആ ഒരു ബെഡ് ഇപ്പൊ നിലവിൽ കിടക്കുന്നത്. ഈ ഒരു റെഡ് ബോക്സിന്റെ 10 അടി ഡിസ്റ്റൻസിലായിട്ടാണ് ആ ബെഡ് ഇപ്പൊ കിടക്കുന്നത്. ആരെങ്കിലും ഒരാൾ അവിടെ കിടക്കുമ്പോൾ ഈസി ആയിട്ട്, ഉറങ്ങി കിടക്കുന്ന ഒരാൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ, ഡീപ് സ്ലീപ്പിലാണെങ്കിൽ ഈസി ആയിട്ട് എടുത്ത് ആ ഒരു റെഡ് ബോക്സിന്റെ അങ്ങോട്ട് വെക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ടാണ് ജിസേലിനോട് ഈ ഒരു കോൺവെർസേഷൻ അക്ബർ ഇപ്പൊ നടത്തിയത്. അപ്പോ ആരെങ്കിലും ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജസ്റ്റ് അത് എടുത്തൊന്ന് ഈ റെഡ് ലൈനിന്റെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ എവിക്റ്റ് ആവും. അത് നിനക്കും ഫായതയാവും, എനിക്കും ഫായതയാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്ബർ ജിസേലിന്റെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ജിസേലിന് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജിസേൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ബാഡ്ജ് നീ ചുരായ, അത് അച്ഛനായി എന്നൊക്കെയാണ് പറയുന്നത്. അത് എന്റെ ബാഡ്ജ് അടിച്ചു മാറ്റിയത് മഹാമോശമായി പോയി ഒക്കെയുള്ള കാര്യങ്ങളാണ് ജിസേൽ പറയുന്നത്. നമുക്ക് നോക്കാം ഇന്ന് രാത്രി എന്തൊക്കെ ഡ്രാമയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിനകത്ത്. ആരേലും ഒരാള് ഇന്നെങ്കിലും ഔട്ട് ആവുമോ കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.